الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. باب النهي عن المن بالعطية ونحوها. قال الله تعالى: يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى. وقال تعالى: الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് മുസ്ലിമീങ്ങൾ വളരെയേറെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടത് എന്ന അധ്യായത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇന്ന് നമുക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളത്. ബാബുൻ നഹി അനിൽ മന്നി ബിൽ അത്തിയ്യതി വനഹ്വിഹ, അതാണ് അധ്യായത്തിൻ്റെ പേര്. അന്നഹിയു അനിൽ മന്നി, മന്ന് വിരോധിക്കപ്പെട്ട കാര്യമാണ്. മന്ന് എന്ന് പറഞ്ഞാൽ കൊടുത്ത ഉപകാരം വിളിച്ചു പറയലാണ്, ചെയ്ത ഉപകാരം എടുത്തു പറയലാണ് മന്ന് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതാണ് അന്നഹിയു അനിൽ മന്നി, മന്ന് വിരോധിക്കപ്പെട്ടതാണ്. ബിൽ അത്തിയ്യതി, ദാനമായി എന്തെങ്കിലും നൽകിയതിനെ എടുത്തു പറയൽ. വനഹ്വിഹ, അതേപോലെയുള്ള ഏത് ഉപകാരങ്ങളാവട്ടെ അതൊക്കെയും, ഏതെല്ലാം ഉപകാരങ്ങൾ ഒരാൾ മറ്റൊരാൾക്ക് ചെയ്തുവോ അതൊക്കെ എടുത്ത് വിളിച്ചു പറയുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്, വിരോധിക്കപ്പെട്ട കാര്യമാണ്. ഇതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയം. മന്ന് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അധ്യായത്തിൽ തന്നെ പറഞ്ഞു, അത്തിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉപകാരം ചെയ്യലാണ്, ദാനം ചെയ്യുക. അത് തന്നെ സദഖ നൽകിയാലും സകാത്ത് നൽകിയാലും, ഇനി ഒരാൾക്ക് ഏത് ഉപകാരം ഒരാൾ ചെയ്തതാണെങ്കിലും അതൊക്കെ വിളിച്ചു പറയൽ. ഒരു സാമ്പത്തിക സഹായം ചെയ്തതായിക്കൊള്ളണമെന്നില്ല. ഒരാൾ മറ്റൊരാൾക്ക് വാക്കാലൊരു ഉപകാരം ചെയ്തിട്ട് അയാൾക്ക് റെക്കമെൻഡ് ചെയ്ത് അയാൾക്കൊരു ജോലി കിട്ടി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും റെക്കമെൻഡിലൂടെ ഒരാൾക്ക് ഒരു സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. എന്നിട്ട് പിന്നീട് അയാളെ അതിൻ്റെ പേരിൽ അയാളെ കാണുമ്പോൾ പറയാം, നിന്നെ പഠിപ്പിക്കാൻ റെക്കമെൻഡ് ചെയ്തത് ഞാനാ, നിനക്കതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി തന്നത് ഞാനാണ്, അതുപോലെ എൻ്റെ പ്രത്യേകമായ ആനുകൂല്യം നേടിയിട്ട് ആണ് നീ ഒരു ജോലി നിനക്ക് കിട്ടിയത്, ഞാനെന്ത് റെക്കമെൻഡ് പറഞ്ഞിട്ടാണ് നീ ഒരു ജോലിയിൽ കയറിയത്, അതല്ലെങ്കിൽ നീ ചികിത്സിക്കാൻ പണമില്ലാതിരിക്കുന്ന ഒരു കാലത്ത് നിൻ്റെ ചികിത്സക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തത് ഞാനായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ഒരാൾക്ക് കൊടുത്ത സക്കാത്താവട്ടെ, സദഖയാവട്ടെ, റെക്കമെൻഡാവട്ടെ, നമ്മുടെ ഒരു നല്ല ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയൊക്കെ ഒരാളെ ഹെൽപ്പ് ചെയ്തോ അതൊക്കെയും നമ്മൾ ചെയ്യേണ്ടത് വജ്ഹുള്ള ഉദ്ദേശിച്ചിട്ടാണ്.
അതിന് വിപരീതമായി നാം ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെ വിളിച്ചു പറയലാണ് മന്ന്. അതോടുകൂടി ഏത് ഉപകാരമാണോ ഞാൻ ചെയ്തത് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടും, അത് ബാത്തിലാകും. കൊടുത്തത് എടുത്തു പറഞ്ഞത് കൊണ്ട് ഒരാളുടെ അമല് മുഴുവൻ ബാത്തിലാകുന്നില്ല. അങ്ങനെ മുഴുവൻ ബാത്തിലാവുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് ഒരാളുടെ അമല് മുഴുവൻ എപ്പോഴാണ് ബാത്തിലാവുക? ഒരാൾ മുർത്തദ്ദാകുമ്പോഴാണ്. ഒരാൾ ഇസ്ലാമിൽ നിന്നാണ്ട് ഔട്ടായാൽ, മുർത്തദ്ദായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശിർക്ക് വന്നു പോയാൽ, കാഫിറായി പോയാൽ, അയാൾ മുൻകാല ചെയ്തിട്ടുള്ള അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ നിയമമാണ്. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏതെങ്കിലും ഒരു ഉപകാരം ചെയ്തത് വിളിച്ചു പറഞ്ഞാൽ ആ ഉപകാരത്തിൻ്റെ നന്മ എനിക്ക് കിട്ടൂല, അത് ബാത്തിലായി പോകും. അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അതുകൊണ്ട് ആർക്കെന്ത് ഉപകാരം ചെയ്യുന്നുണ്ടോ, ഉപകാരങ്ങൾ ആർക്ക് നമ്മൾ വാക്കാലോ പ്രവൃത്തിയാലോ സമ്പത്ത് കൊണ്ടോ ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? അള്ളാൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടായിരിക്കണം. നേരെ മറിച്ച് നമ്മൾ ചെയ്ത ഉപകാരം എപ്പോഴെങ്കിലും നല്ല നിലക്കാണെങ്കിൽ നമ്മൾ വിളിച്ചു പറയൂല, നല്ല നിലക്കാണെങ്കിൽ സന്തോഷത്തിൽ അങ്ങനെ പോകും. നേരെ മറിച്ച് എൻ്റെ ആനുകൂല്യം ഏതെങ്കിലും വിധത്തിൽ പറ്റിയ ഒരാൾ ഞാനുമായി ഇടഞ്ഞാൽ, ഞാനുമായി തെറ്റിയാൽ, അപ്പം എൻ്റെ സ്വഭാവം മാറും. അവിടെ മുതൽക്ക് ഞാൻ തുടങ്ങും വിളിച്ചു പറയൽ. ഇനിയിപ്പോൾ വലിയ ആളായതൊന്നും നോക്കണ്ട, ഈ നാട്ടിലിങ്ങനെ തേരാപ്പാരാ നടന്നിരുന്ന കാലത്ത് നിന്നെ ഒരു വിസ എടുക്കാനും നിനക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്യാനും ശ്രമിച്ചത് ഞാനാ, പോയി, അതിൻ്റെ കൂലി പോയി. പഠിക്കാൻ ഫീസില്ല എന്ന് പറഞ്ഞിട്ട് നിൻ്റെ വീട്ടിൽ നിന്ന് നീ ബുദ്ധിമുട്ടുന്നൊരു കാലത്ത് ആ സ്ഥാപനത്തിലേക്ക് വേണ്ട ഫീസും അതിന് നിനക്കവിടെ അഡ്മിഷൻ കിട്ടാനുള്ള റെക്കമെൻഡും ചെയ്തത് ഞാനാ, പോയി അതിൻ്റെ കൂലി. ഇവിടെ വന്നിട്ടിങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ നടക്കായിരുന്നു, പലരോടും നീ ബന്ധപ്പെട്ടു, പല ഇൻ്റർവ്യൂവിനും പോയി, എൻ്റെ ഒരു റെക്കമെൻഡിലാണ് അവസാനം നിനക്കൊരു ജോലി കിട്ടിയത്, പോയി, എൻ്റെ കൂലി പോയി. അതുപോലെ തന്നെ സദഖ, നീ പ്രയാസപ്പെട്ട സമയത്ത് നീ വീട് പണിക്ക് കഷ്ടപ്പെടുമ്പോൾ ഞാനാ ഹെൽപ്പ് ചെയ്തത്, ഞാനാ മറ്റു പലരിൽ നിന്നും കാശ് സംഭാവന വാങ്ങിയിട്ട് നിനക്ക് തന്നത്, ആ നീയപ്പം എനിക്കെതിരെ വരുന്നത്. ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ തമ്മിലിടഞ്ഞാൽ പിന്നെ കൊടുത്തതൊക്കെ വിളിച്ചു പറയും. അതിൻ്റെ പേരിൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയാണ് അദാ എന്ന് ഖുർആൻ മന്നിൻ്റെ ഉടനെ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. മന്ന് വരുന്നിടത്തൊക്കെ ആ ഇരക്ക് അദയുണ്ടാകും. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതിനോട് ഉപോത്ബലകമായ ആയത്തുകൾ കൊടുത്തപ്പോൾ ഒന്നാമതും രണ്ടാമതുമായി നൽകിയത് സൂറത്തുൽ ബഖറയിലെ 264 ആയത്തും 262 ആയത്തുമാണ്. ആദ്യത്തെ ആയത്തിൽ പറയുന്നത് എന്താണ്? ഖാല അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുബ്തിലൂ, നിങ്ങൾ ബാത്തിലാക്കി കളയരുത്, നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. ബാത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള പ്രയോഗം പോലെ ആയിട്ടുണ്ട്. അത് ബാത്തിലായി, നിസ്കാരം ബാത്തിലായി, നോമ്പ് ബാത്തിലായി എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്ഫലമായി. അപ്പോൾ വിശ്വാസികളെ വിളിച്ച് സ്നേഹപൂർവ്വം അല്ലാഹു പറയാണ്, ലാ തുബ്തിലൂ, നിങ്ങൾ ബാത്തിലാക്കി കളയരുത്, നിഷ്ഫലമാക്കി കളയരുത്. എന്തിനെ? സ്വദഖാതികും, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ, സ്വദഖകളെ നിങ്ങൾ നിഷ്ഫലമാക്കരുത്. ബിൽ മന്നി വൽ അദാ. ബിൽ മന്നി എന്ന് പറഞ്ഞാൽ എന്താ? കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട്, അതാണ് മന്ന്. നേരത്തെ പറഞ്ഞു, അതാണ് മന്ന്. വൽ അദാ, ബുദ്ധിമുട്ടിച്ചുകൊണ്ടും. അപ്പോൾ കൊടുത്തത് എടുത്തു പറഞ്ഞാൽ തന്നെ ഈ ആൾക്ക് പിന്നെ അത് ബുദ്ധിമുട്ടായി, അയാൾ വഷളാവുകയാണ്. ആരാളെ മുമ്പെന്നാവും ചിലപ്പോൾ അത് പറയാം,
ഇനി ആരും കേൾക്കാതെ പറഞ്ഞാലും കൂലി പോയി. മറ്റൊരാളുടെ മുമ്പൊന്നും കൂടി ആവുമ്പോഴോ അയാളെ ഇൻസൾട്ട് ചെയ്യലായത്. അയാൾക്ക് പരിക്ക് ഏൽക്കാണ്, അയാളുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. ഇയാളെ കണ്ടുമുട്ടേണ്ടിയിരുന്നില്ല, ഇയാളിൽ നിന്ന് ഇങ്ങനെയാണെങ്കിൽ ഒരു ആനുകൂല്യവും പറ്റേണ്ടിയിരുന്നില്ല. ഇപ്പം ഇയാൾ തെറ്റുമ്പോൾ ഇതന്നെ പറയണത്. കാണുമ്പോൾ ഒറ്റക്കും 4 ആൾ കൂട്ടത്തിൽ വെച്ച് കാണുമ്പോഴൊക്കെ എന്നോട് ഇത് പറഞ്ഞിട്ടാണ് സ്വീപ്പാക്കുന്നത്. ഇയാളെ കയ്യിൽ നിന്നൊന്നും വാങ്ങേണ്ടിയിരുന്നില്ല, റബ്ബെ പറ്റിപ്പോയല്ലോ, ഇനി എന്തു ചെയ്യും എന്നിങ്ങനെ ഈ ആനുകൂല്യം വാങ്ങിയ മനുഷ്യൻ പിന്നെ അയാൾ മരിക്കോളം, ഇനി അയാൾ മരിച്ചാലും അയാളെ മക്കളോടും ചിലപ്പോൾ പറയും, തീരൊന്നുമില്ല. അയാൾ മരിച്ചാൽ ചിലപ്പോൾ അയാളെ മക്കളോടും പറയും, എൻ്റെ പാപ്പുണ്ടല്ലോ, ഇജിപ്പം ഇങ്ങനെ ശുചായിട്ട് നടക്കണമെന്ന് നോക്കണ്ട, എൻ്റെ പാപ്പാക്കേ അന്നിങ്ങനെ പ്രയാസപ്പെട്ട കാലത്തൊക്കെ എല്ലാം ചെയ്തു കൊടുത്തത് ഞാനാ. തലമുറയായിട്ട് വരെ ഈ മണ്ണ് ഈ അതയും കേൾക്കേണ്ടി വരും, ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സ്വതക്കയാണ് ബാത്തിലായി പോകും. അപ്പോൾ സ്വതക്കാന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് വിശദീകരിക്കുന്നിടത്താണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇപ്പം നൗയിമാൻ പറഞ്ഞില്ലേ, വനഹ്വിഹ എന്ന് പറഞ്ഞില്ലേ, സ്വതക്കയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തിയത്ത് ദാനവുമായി ബന്ധപ്പെട്ട ഏതൊക്കെയുണ്ടോ, പിന്നെ ഹിബത്തുണ്ട്, ഹദിയുണ്ട്, ഗിഫ്റ്റാണ് ഹദിയ. ഹിബത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടദാനം കൊടുക്കലാണ്. ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു, അതുവരെ വിളിച്ചു പറയാം, ഇന്ന് ഞാനെനക്കത് തന്നില്ലേ, എനിക്ക് അത്ര ഒരു പോക്കറ്റ് മണി തന്നില്ല, അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് എന്ത് വസ്തു കൊടുത്താലും അത് പറഞ്ഞാൽ അതിൻ്റെ കൂലി പോയി. വാക്കാലുള്ള സഹായമാണെങ്കിൽ അതും പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം അതിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ടത് ബാത്തിലായി പോകുന്ന ഒരു പരിപാടിയാണ്. തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്, കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആളുകളെ കാണിക്കാൻ വേണ്ടി കൊടുക്കലും ഇങ്ങനെ തന്നെയാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് വല്ലതും കൊടുത്താലോ അപ്പോഴും കൂലില്ല, ബാത്തിലായി പോകും. അള്ളാനെ വിശ്വസിച്ചിട്ടോ പരലോകത്ത് അതിൻ്റെ പ്രതിഫലം മോഹിച്ചിട്ടോ ഒന്നുമല്ല. പേര് കിട്ടണം, പാവങ്ങളെ സഹായിക്കുന്നവനാണ്, കണ്ണീരൊപ്പുന്നവനാണ്, പ്രയാസമുള്ളയിടത്ത് ഓടിപ്പാഞ്ഞെത്തുന്നവനാണ്. പേരായിരുന്നു ഉദ്ദേശം. റിആ അന്നാസ്, ജനങ്ങളുടെ മുമ്പിലെ പേര്, പ്രദർശനപരത. അവർക്കൊരു കൂലിയില്ലാത്തതുപോലെ ഇവൻ്റെതും ബാത്തിലാണ്. ഇതിനെ ഉപമിച്ചത് കമസലി സഫ്വാനിൻ അലൈഹി തുറാബുൻ ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദ. മിനുസമേറിയ ഒരു പാറയിൽ അല്പം മണ്ണുണ്ട് എന്ന് സങ്കല്പിക്കുക, അതിലേക്ക് നല്ലൊരു മഴയുണ്ട് പെയ്താലോ പാറ മിനുസമായിട്ട് അവിടെ ഉണ്ടാകും, അതിന്മേൽ അല്പം നിന്നിരുന്ന മണ്ണ് പോയ സ്ഥലം കാണൂല. ഇതുപോലെ മഹ്ശറിലെത്തുമ്പോൾ നിന്റെ അമല് 0 ആയിരിക്കും. എന്തേ കാരണം? വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ദയവായി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ആണാവട്ടെ പെണ്ണാവട്ടെ, ചെറിയ നിലക്കാവട്ടെ വലിയ വിധത്തിലാവട്ടെ, ആർക്കെങ്കിലും നമ്മൾ വല്ല ഉപകാരവും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് വിളിച്ചു പറയാനോ അതിൻ്റെ പേരിൽ ആ ആനുകൂല്യം അനുഭവിച്ചയാളെ മാനസികമായി പീഡിപ്പിക്കുവാനോ പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ നിന്റെ അമല് നിഷ്ഫലമായി പോകും എന്ന് ഗൗരവത്തോടെ അള്ളാഹു പറഞ്ഞു. വിശ്വാസികളെ, നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കർമ്മങ്ങൾ, സദഖകൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ബാത്തിലാക്കരുത്. രണ്ടാമത്തെ സൂക്തത്തിലും അതന്നെയാണ്. സത്യവിശ്വാസികൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ നിയ്യത്ത് എന്തായിരിക്കും? അതാണ് അൽ ബഖറയിലെ തന്നെ മറ്റൊരു സൂക്തത്തിലൂടെ അള്ളാഹു പറയുന്നത്. മുഅ്മിനീങ്ങളുടെ സ്വഭാവം പറയാണ്, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങൾ അവരാരാ? അല്ലദീന യുൻഫിഖൂന, അവർ ചെലവഴിക്കുന്നവരാണ്. അംവാലഹും, അവരുടെ സമ്പത്ത്, ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. സുമ്മ ലാ യുത്ബിഊന, പിന്നീട് അവർ അതിനോട് തുടർന്ന് പ്രവർത്തിക്കുകയില്ല. ഏതിനോട് തുടർന്ന്? മാ അൻഫഖൂ, അവർ ചെലവഴിച്ചതിൻ്റെ പേരിൽ അതിനെ തുടർന്നുകൊണ്ട്, അത്ബഅ യുത്ബിഉ, തുടർന്ന് ചെയ്തു, ശേഷം ചെയ്തു. എന്ത്? മന്നോ അതയോ, പിന്നെ അവർ ശേഷം ചെയ്യൂല എന്ന് പറഞ്ഞാൽ കൊടുത്തത് എടുത്തു പറയൂല. അതിൻ്റെ പേരിൽ ആ മനുഷ്യനെ മാനസികമായി ദ്രോഹിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുകയുമില്ല. അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അവരുടെ അമലിൻ്റെ പ്രതിഫലം അവർക്ക് പരലോകത്ത് ഉണ്ടാകും എന്നാണ് ശേഷം അള്ളാഹു പറയുന്നത്.
അത്തരത്തിലുള്ള ആളുകൾക്ക് ഒന്നും പേടിക്കാനില്ല, ഭയപ്പെടാനില്ല. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് അവരുടെ റബ്ബിൻ്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ടാകും, ഭയപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല എന്ന്. അപ്പം ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. നിത്യജീവിതത്തിൽ അനിവാര്യമായൊരു കാര്യമാണത്. ആർക്ക് ഉപകാരം ചെയ്യുന്നുവോ അള്ളാൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കുക. ഏത് കാലത്താണെങ്കിലും നമ്മൾ അയാളോടുള്ള നിലപാട് നല്ല നിലക്കാവുമ്പോഴും അയാൾ നമ്മളോട് തെറ്റിയാലും നമ്മൾ അയാളോട് തെറ്റിയാലും ഒരിക്കലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ചെയ്ത സഹായത്തെ വിളിച്ചു പറയരുത്. അത് അയാളുടെ മനസ്സിനെ നോവിപ്പിക്കുന്ന കാര്യമാണ്. സർവോപരി നിന്റെ അമല് നാളെ പരലോകത്ത് നഷ്ടപ്പെട്ട് ആ ഒരു വിഷയത്തിൽ നീ സീറോ ആയിരിക്കും എന്ന ഗുരുതരമായ സന്ദേശമാണ് ഈ വചനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധ നമുക്കുണ്ടാകണം. ഇനി തുടർന്നുകൊണ്ട് ഒരു ഹദീസാണ്, ഒരൊറ്റ ഹദീസേ ഈ അധ്യായത്തിൽ ഇമാം നവവി കൊണ്ടുവന്നിട്ടുള്ളൂ. അത് ഉദ്ധരിക്കുന്നത് മഹാനായ സഹാബി അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആണ്. عن أبي ذر رضي الله عنه عن النبي صلى الله عليه وسلم قال ثلاثة لا يكلمهم الله يوم القيامة ولا ينظر إليهم ولا يزكيهم ولهم عذاب أليم. قال فقرأها رسول الله صلى الله عليه وسلم 3 مرار. قال أبو ذر خابوا وخسروا من هم يا رسول الله؟ قال المسبل والمنان والمنفق سلعته بالحلف الكاذب. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. വളരെ ഗൗരവതരമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസാണ് നമുക്കിന്ന് കേൾക്കാനുള്ളത്. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പ്രസിദ്ധനായ സഹാബിയാണ്. ആ സഹാബി പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. എന്താണ് റസൂലുള്ളാഹിയുടെ വാചകം? വരാൻ പോവാണ്. സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ, 3 വിഭാഗം ആളുകൾ. ലാ യുകല്ലിമുഹുമുല്ലാഹു, അള്ളാഹു അവരോട് മിണ്ടുക പോലുമില്ല. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല. സംസാരിക്കൂല എന്ന് പറഞ്ഞാൽ അവിടെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, യഅനി കലാമ തക്രീമിൻ, ആദരവിൻ്റെ സംസാരം അല്ലാഹു സംസാരിക്കൂല. ആദരവോടുകൂടി ഒരു സംസാരം നാളെ പരലോകത്ത് ഇത്തരം ആളുകളോട് അല്ലാഹു സംസാരിക്കൂല. കാരണം എന്താ? അല്ലാഹു തആല നരകവാസികളോട് പോലും സംസാരിക്കുന്നാണല്ലോ ഖുർആൻ എന്ന് മനസ്സിലായത്. അല്ലാഹ് നരകവാസികളോട് പോലും എന്ത് ചെയ്യുന്നുണ്ട്? സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്? താക്കീതാണ്, ഭീഷണിയാണ്, അവരുടെ മനസ്സിന് കൂടുതൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന വർത്തമാനങ്ങളാണ്. ഉദാഹരണമായി, നരകവാസികളായ ആളുകൾ നരകത്തിൽ കിടന്ന് വെന്തുരുകുമ്പോൾ അള്ളാഹിനോട് അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. റബ്ബേ, ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് പുറത്താക്കിത്താ, ഞങ്ങൾ നന്നായിക്കൊള്ളാം, ഞങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തോളാം, ഒന്ന് ഞങ്ങൾക്ക് ഈ ശിക്ഷ ഒന്ന് ലഘൂകരിച്ച് തരാമോ, ഞങ്ങളെ ഒന്ന് പുറത്തേക്കിട്ട് തരാമോ എന്നൊക്കെ ആര് പറയും? അള്ളാഹിനോട് നരകവാസികളായ ആളുകൾ പറയും. അപ്പം അള്ളാഹ് അതിന് കൊടുക്കുന്ന മറുപടി ഖുർആൻ പറയുന്നുണ്ട്, ഇഖ്സഉ ഫീഹാ, നിങ്ങളതിൽ നിന്ദ്യരായി കഴിഞ്ഞുകൊള്ളുവീൻ, നിങ്ങളതിൽ നരകത്തിൽ നിന്ദ്യരായി കഴിഞ്ഞോളൂ. വലാ തുകല്ലിമൂൻ, എന്നോട് മിണ്ടിപ്പോകരുത്, എന്നോട് മിണ്ടിപ്പോകരുത് എന്ന് അല്ലാഹു തആല ആരോട് പറയും? നരകവാസികളോട്. അപ്പോൾ അള്ളാഹ് മിണ്ടൂല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ മിണ്ടിയില്ലേ? നരകവാസികളോട് മിണ്ടിയില്ലേ? അതുകൊണ്ടാണ് അവിടെ പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിച്ചപ്പോൾ എന്ത് പറഞ്ഞത്? ഈ 3 വിഭാഗം ആളുകളോട് അള്ളാഹ് സംസാരിക്കൂല എന്ന് പറഞ്ഞാൽ കലാമ തക്രീമിൻ, ആദരവിൻ്റെ സംസാരം സംസാരിക്കൂല എന്നാണ് എൻ്റെ ഉദ്ദേശം. അതേപോലെ തന്നെ വലാ യൻളുറു ഇലൈഹിം, അവരെ അള്ളാഹ് നോക്കുക പോലുമില്ല. അവിടെയും വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞു, നളറത്തു റഹ്മത്തിൻ, റഹ്മത്തിൻ്റെ നോട്ടം നോക്കൂല.
ഒരു കാരുണ്യത്തിൻ്റെ നോട്ടം അള്ളാഹു അവരെ നോക്കുകയില്ല. ആദരവിൻ്റെ ഒരു സംസാരമുണ്ടാവില്ല. റഹ്മത്തോടെ കരുണയുടെ ഒരു നോട്ടം പോലും ഉണ്ടാവുകയില്ല. സത്യവിശ്വാസികൾക്ക് അതൊക്കെ കിട്ടും നാളെ പരലോകത്ത്. മൂന്നാമത് പറഞ്ഞു ഗൗരവം, വലാ യുസക്കീഹിം, അവരെ അള്ളാഹു സംസ്കരിക്കുകയുമില്ല. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് ശുദ്ധിയാക്കലാണ്. അതിനാണ് തസ്കിയത്ത് എന്ന് പറയാം. നമ്മൾ സാധാരണ കേൾക്കുന്ന പ്രയോഗമാണ് തസ്കിയത്തുൻ നഫ്സ്, ആത്മശുദ്ധീകരണം, ആത്മസംസ്കരണം, ആത്മാവിനെ ശുദ്ധീകരിക്കുക. അതാണ് തസ്കിയത്ത്, മനസ്സിൻ്റെ ശുദ്ധി. വലാ യുസക്കീഹിം, അവരെ അള്ളാഹു ശുദ്ധീകരിക്കുകയുമില്ല. അവരെ മറിച്ച് മോമിനീങ്ങളെ അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ട് അവർക്ക് തസ്കിയത്ത് നൽകും. ഈ ഭാഗത്തിന് അതിനൊന്നും പ്രതീക്ഷിക്കാൻ വകുപ്പില്ല. അവരെ അള്ളാഹു അവർക്ക് തസ്കിയത്ത്, ഒരു വിധത്തിലുള്ള ശുദ്ധീകരണവും അവർക്ക് അള്ളാഹു നൽകുകയില്ല. ഇങ്ങനെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യങ്ങൾ ഗൗരവത്തോടെ പറഞ്ഞത്. 3 വിഭാഗം ആളുകൾ, അവരോട് അള്ളാഹു ആദരവിൻ്റെ സംസാരം സംസാരിക്കൂല, കാരുണ്യത്തിൻ്റെ നോട്ടം അവരെക്കൊള്ള നോക്കുകയില്ല, അവരുടെ പാപങ്ങളിൽ നിന്ന് അവർക്കൊരു ശുദ്ധീകരണം നൽകി അവർക്ക് തസ്കിയത്ത് നൽകുകയുമില്ല. ഇതാണ് പറഞ്ഞതോടുകൂടി സഹാബത്ത് പേടിച്ചു. ഇത് നബി ഫഖറഅഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 മിറാരിൻ, 3 തവണ തന്നെ ആവർത്തിക്കുകയാണ്. ലാ യൻദുറുല്ലാഹു ഇലൈഹിം ലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഇങ്ങനെ 3 തവണ ഇതന്നെ അങ്ങനെ ആവർത്തിച്ച് റസൂലുള്ള പാരായണം ചെയ്തു. അപ്പോൾ അബൂദർ റളിയല്ലാഹു തആല അൻഹു ആണല്ലോ ഇത് കേട്ട് നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഖാബൂ വ ഖസിറൂ, ഈ വിഭാഗത്തിൻ്റെ കാര്യം വളരെ പരാജയമാണല്ലോ. ഖാബൂ, ഖാബ എന്ന് പറഞ്ഞാൽ അവരാകെ നഷ്ടപ്പെട്ടു പോയല്ലോ. വ ഖസിറൂ, അവർ വളരെ പരാജയപ്പെട്ടു പോയല്ലോ. ഈ 3 വിഭാഗം ആളുകളെക്കുറിച്ച് കേട്ടപ്പോൾ സഹാബിയുടെ പ്രതികരണം എന്താണ്? ഖാബൂ വ ഖസിറൂ, ഒരാകെ തൊലഞ്ഞ് നശിച്ച് നഷ്ടപ്പെട്ടു പോയല്ലോ. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ അവരാരാണ്? ആരാണ് ഈ 3 വിഭാഗം ആളുകൾ? അള്ളാഹുവിൻ്റെ റസൂലെ എണ്ണി പറയാൻ പോവുകയാണ്. 1, അൽ മുസ്ബിൽ. അൽ മുസ്ബിൽ, ആരാണ് മുസ്ബിൽ? നെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി ഉടുക്കുന്നവൻ. അതാണ് ഒന്നാമത്തെ ആളാണ്. വൽ മന്നാനു, അതാണ് നമ്മുടെ അധ്യായവുമായിട്ടുള്ള ബന്ധം. വൽ മന്നാനു, മന്നാൻ എന്ന് പറഞ്ഞാൽ എന്താ? മന്ന് ചെയ്യുന്നയാള്. എന്താ മന്ന് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, കൊടുത്തത് എടുത്തു പറയുന്നയാൾ, അയാൾക്കാണ് എന്ത് പറയാ? മന്നാൻ. ഞാൻ ചെയ്ത ഉപകാരം എടുത്തു പറയാൻ അധികാരം ഇവിടെ ആർക്കും ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അത് അള്ളാഹ്ക്കാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ ഒരു ഇസ്മിൽപ്പെട്ട ഒരു ഇസ്മാണെന്ത്? മന്നാൻ. അള്ളാഹിൻ്റെ പേരാണെന്ത്? മന്നാൻ. അവന് കൊടുത്തത് എടുത്തു പറയാൻ പറ്റും, വേറെ ആർക്കും അതിന് അധികാരമല്ല. അപ്പൊ ഇവിടെ പറഞ്ഞ മന്നാൻ മനുഷ്യരെ കുറിച്ചാണ്. അൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറയുന്നവൻ, വിളിച്ചു പറയുന്നവൻ. അതാണ് 2ാമത്തെ കക്ഷി. 3ാമത്തെ കക്ഷി ആരാണ്? വൽ മുൻഫിഖു, ചെലവഴിക്കുന്നവൻ, വിറ്റഴിക്കുന്നവൻ. മുൻഫിഖ്, ചെലവഴിക്കുന്നവൻ. എന്തിനെ വിറ്റഴിക്കുന്നു, ചെലവഴിക്കുന്നു? സിൽഅതഹു, തൻ്റെ ചരക്കുകൾ. സിൽഅത്ത്, ചരക്കുകൾ, തൻ്റെ കച്ചവട ചരക്കുകൾ അയാൾ വിറ്റഴിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ബിൽ ഹലിഫിൽ കാദിബി, കള്ള സത്യം ചെയ്തിട്ടാണ്. കളവ് പറഞ്ഞ് ആ കളവിൻ്റെ പേരിൽ വല്ലാഹി സുമ്മ വല്ലാഹിന് സത്യം ചെയ്തിട്ടാണ് അയാൾ എന്ത് ചെയ്യുക? അയാളുടെ കച്ചവടം നടത്തുന്നത്. അങ്ങനെയുള്ളവനും ഈ 3 വിഭാഗത്തിൻ്റെ നേരെയും റഹ്മാനായ റബ്ബ് അവരെ അവരോട് മിണ്ടൂല, സംസാരിക്കൂല. കാരുണ്യത്തിൻ്റെ ഒരു ദയയുടെ നോട്ടം പോലും, കടാക്ഷം പോലും ഉണ്ടാവില്ല. മാത്രമല്ല അവരെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുകയില്ല. മാത്രമല്ല 4ാമതും പറഞ്ഞല്ലോ, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ പെയിൻഫുള്ളായ ശിക്ഷയുണ്ട്. 4 ഭീഷണികളാണ്, 4 താക്കീതുകളാണ് ഇത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞത്. 1ാമത് പറഞ്ഞ വിഷയം തന്നെ അൽ മുസ്ബിൽ. മുസ്ബിൽ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഇപ്പോൾ നമുക്ക് എല്ലാ ആളുകൾക്കും മനസ്സിലായി. വസ്ത്രം നെരിയാണിക്ക് താഴെ താഴ്ത്തി ഉടുക്കുക എന്നുള്ളത് വളരെ ഗൗരവമാണ്. അൽ ഇസ്ബാലു,
ഹുവൽ ഇർഖാഉ വൽ ഇർസാലു എന്നാണ് അതിന് അറബി ഭാഷാ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ അർത്ഥം. താഴ്ത്തി ഉടുക്കുക, അഴിച്ചിട്ട് മാറ്റി നിർത്തുക, അതാണ് നല്ലോണം താഴേക്കാണ്ട് വലിച്ച് ഇടുന്നതിനാണെന്ന് പറയാ ഇസ്ബാൽ എന്ന് പറയാം. വളരെ കൃത്യമായി ആ വിഷയത്തിൽ അത് ഹറാമാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഹറാമാണ് എന്ന് പറയപ്പെട്ട വിഷയമാണെന്ത്? നെരിയാണിക്ക് താഴ്ത്തി ഉടുക്കൽ. ഏത് വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം തീരല്ലാത്തത്? അഹങ്കാരത്തോടു കൂടി ഒരാൾ വസ്ത്രം നെരിയാണിക്ക് താഴെ ഉടുക്കുന്നുവെങ്കിൽ അത് കടുത്ത ഹറാമാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് ഒരൊറ്റ പണ്ഡിതന്മാർക്കും തർക്കമല്ല. ശരിക്കും മനസ്സിലാക്കണേ, അഹങ്കാരത്തോടു കൂടെയാണ് ഒരാൾ നെരിയാണിക്ക് താഴെ വസ്ത്രം ഉടുക്കുന്നതെങ്കിൽ അത് കടുത്ത ഹറാമാണ് എന്നുള്ള വിഷയത്തിൽ മുസ്ലിം ലോകത്ത് ഒരൊറ്റ പണ്ഡിതന്മാർക്കും എന്തില്ല? അഭിപ്രായ വ്യത്യാസമില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിലുള്ളൊരു മേഖലയുണ്ട്. അത് ഒരു വിഭാഗം പറയുന്നത് എന്താണ്? അങ്ങനെ അഹങ്കാരത്തോടു കൂടിയാണെങ്കിലേ ഹറാമുള്ളൂ, അതല്ലാതെ വരെ നോർമൽ അഹങ്കാരമൊന്നുമില്ല, ഒരാളുടെ വസ്ത്രം അയാൾ ഇങ്ങനെ താഴ്ത്തി എടുക്കുന്നു, അങ്ങനെയാണ് അയാളൊരു സ്റ്റൈല്, അങ്ങനെയൊക്കെയാണെങ്കിൽ അത് ഹറാമാണെന്ന് പറഞ്ഞൂടാ, എന്നാലും അത് കറാഹത്താണ്, അത്ര ഹറാമാണെന്ന് പറയാൻ പറ്റൂല എന്നാണ് വേറെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. വ്യത്യസ്ത വീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങൾ ലോകത്ത് കാണൂല. നമ്മൾക്ക് കരണീയപ്പം എന്തേ ഉള്ളൂ? ഇതിലിപ്പോൾ കറാഹത്താന്ന് പറഞ്ഞവരെ പിന്നാലെ കൂടുക, അതാണ് എനിക്ക് നല്ലത് എന്ന് തോന്നിയിട്ട് ഒരെ പിന്നാലെ പോണോ, അതല്ല ഹറാമാന്ന് പറയണവരെ പിന്നാലെ പോണോ? അവിടെ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ ഒന്നും നോക്കണ്ട, തെളിവാ നോക്കേണ്ടത്. ആര് പറയുന്നതിനോടാണ് തെളിവുകൾ കൂടുതൽ യോജിക്കുന്നത് അതിലേക്ക് നമ്മുടെ മനസ്സ് ചായ്ക്കലാണ് വിശ്വാസിക്ക് ഉചിതമായ കാര്യം. ഓരോരുത്തരും അവരവരുടേതായ തെളിവുകൾ പറയുന്നുണ്ട്. അപ്പോൾ അഹങ്കാരത്തോടുകൂടി വസ്ത്രം താഴ്ത്തി ഉടുക്കുന്നതേ നിഷിദ്ധമാകൂ എന്ന് പറയുന്നവർ ഉന്നയിക്കുന്ന ഹദീസ് മൻ ജറ സൗബഹു ഖുയലാ, ആരെങ്കിലും അഹങ്കാരിയായ നിലയിൽ വസ്ത്രം വലിച്ചഴക്കുന്നുവെങ്കിൽ അവൻ നരകത്തിലാണ് എന്ന് പറയുന്ന ഹദീസാണ് അവർ തെളിവായി ഉദ്ധരിക്കുന്നത്. അവരെ അള്ളാഹു പരലോകത്തും അവരിലേക്ക് നോക്കൂല. അപ്പം അവിടെ എന്തു പറഞ്ഞു? അഹങ്കാരത്തോടു കൂടെ എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അങ്ങനെ അഹങ്കാരത്തോടു കൂടിയാകുമ്പോൾ ശിക്ഷ കൂടും എന്നേയുള്ളൂ. ഹറാമിൻ്റെ മർത്തബയിൽ നിന്ന് കറാഹത്തിൻ്റെ മർത്തബയിലേക്ക് പോകുന്നില്ല. അഹങ്കാരമല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നാണ് മറ്റേ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അതാണ് ശരിയോടടുത്തത്. ശരിയോടടുത്തത് നമ്മൾ വെറുതെ എന്ന് പറയണമല്ല. കാരണം ആ വിഷയത്തിൽ വേറൊരു ഹദീസ് വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം, ഇയ്യാക വ ഇസ്ബാലൽ ഇസാർ. ഹദീസിൽ കാണാം, ഇയ്യാക നീ സൂക്ഷിക്കണേ, വ ഇസ്ബാലൽ ഇസാർ വസ്ത്രം താഴ്ത്തി ഉടുക്കുന്നത് നീ സൂക്ഷിക്കണേ, ഫഇന്നഹാ മിനൽ മഖീല വസ്ത്രം താഴ്ത്തി ഉടുക്കൽ തന്നെ എന്തിൽപ്പെട്ടതാണ്? അഹങ്കാരത്തിൽപ്പെട്ടതാണ്. വഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മഖീല അഹങ്കാരത്തെ ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുകയുമില്ല. അപ്പം അഹങ്കാരത്തോടു കൂടിയൊന്നും അല്ല ഞാൻ വസ്ത്രം താഴ്ത്തി ഉടുത്തത് എന്ന് പറയാൻ വകുപ്പില്ല. കാരണം എന്താ? വസ്ത്രം താഴ്ത്തി ഉടുക്കൽ തന്നെ എന്താണ്? അഹങ്കാരമാണ്. പിന്നെ അഹങ്കാരം ഒന്നും എഴുതി ഒട്ടിക്കൊന്നും വേണ്ടാന്ന്. അപ്പം അതുകൊണ്ട് അഹങ്കാരത്തോടു കൂടി അല്ലാതെ താഴ്ത്തിയാലും ഹറാം തന്നെയാണ്. അഹങ്കാരത്തോടു കൂടിയാണെങ്കിലോ അശദ്ദു ഉഖൂബ ശിക്ഷ വളരെ ഗൗരവമാകും. ഈ പറഞ്ഞ എല്ലാ ശിക്ഷയും ഉണ്ടാവും. അപ്പോൾ മുണ്ടൂല, നോക്കൂല, സംസ്കരിക്കൂല, വേദനയേറിയ ശിക്ഷയുണ്ട്. അതൊക്കെ കൂടി ഉണ്ടാകും. ഹറാമിൻ്റെ കടുപ്പം കൂടുന്നല്ലാതെ ഹറാമിൻ്റെ പദവിയിൽ നിന്ന് എന്താവൂല, കുഴപ്പമില്ല, കറാഹത്തേ ഉള്ളൂ എന്നുള്ള ഒരവസ്ഥയിലേക്ക് താഴാൻ തെളിവുകളുടെ പിൻബലം ഇല്ല. അപ്പോൾ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിത ലോകത്തുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം. എല്ലാ പണ്ഡിതന്മാരും ഇങ്ങനെ ഒരാളുടെ തുണി, പാൻറ് നെരിയാണിക്ക് താഴെ അഹങ്കാരിയൊന്നും അല്ലാതെ നിലക്ക് താഴ്ന്നു പോയാൽ അത് ഹറാമല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരും ലോകത്തുണ്ട്. എപ്പോഴെങ്കിലും താഴ്ന്നു പോകലല്ല കേട്ടോ വിഷയം, എപ്പോഴെങ്കിലും താഴ്ന്നു പോകലല്ല വിഷയം. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, നബിയെ
ഇസ്ബാലിൽ പെടുമോ എൻ്റെ വസ്ത്രം? അദ്ദേഹം മെലിഞ്ഞൊട്ടിയ ഒരു മനുഷ്യനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. വസ്ത്രം എങ്ങനെ എടുത്താലും അതിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ ഇങ്ങനെ വയറൊട്ടിയിട്ട് ശരിക്കാണ്ട് എല്ലും ഇതൊക്കെ ആയിട്ട് മുറുകി നിൽക്കാതെ ഇടയ്ക്ക് തിരി താഴ്ന്നു പോകും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ നീ അതിൽ പെടൂല, കാരണം ഇന്നക ലസ്ത മിനൽ ഖുയല, നീ അങ്ങനെ അഹങ്കാരത്തോടു കൂടെ അല്ലല്ലോ ചെയ്യുന്നത്, അറിയാതെ പോണതല്ലേ. അപ്പം അറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോകും. അപ്പം നമ്മൾ അറിഞ്ഞ് കണ്ട ഉടനെ നമ്മൾ കയറ്റി കൊടുക്കണം. പാൻറ്റിന് അങ്ങനെ പറ്റും, തുണിക്ക് അങ്ങനെ പറ്റും, കന്തൂറൊക്കെ പറ്റൂല, അത് കയറ്റി കൊടുക്കാൻ പറ്റൂല, അതങ്ങനെ തൂങ്ങിക്കിടക്കും. മറ്റുള്ള വസ്ത്രങ്ങൾക്കൊക്കെ നമുക്ക് കയറ്റി കൊടുക്കാൻ പറ്റും. ഇനി മാത്രമല്ല, ഇതിൻ്റെ ഗൗരവം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ വിഷയത്തിൽ പലപ്പോഴും ഒരാളോടിപ്പോൾ നമ്മളെ വസ്ത്രം താഴ്ന്നിട്ടുണ്ട്, അത് നമുക്ക് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അതൊക്കെ ഇപ്പം എത്രയുണ്ട് പറയണ്ടോ? അങ്ങനെയൊക്കെയുണ്ട് പറയാൻ മാത്രമൊക്കെ പതിലുണ്ടോ? മോമിനായൊരു മനുഷ്യനല്ലേ, അയാളിപ്പോൾ അത് അഹങ്കാരത്തു കൂടിയൊന്നും ആവില്ലല്ലോ, അത്ര ശ്രദ്ധിച്ചിട്ടൊന്നും ആവില്ലല്ലോ എന്നുള്ള ഒരു ഈസി നിലപാട് ആ വിഷയത്തിൽ നമ്മൾ എടുക്കാൻ പാടില്ല എന്നാണ്. അതിന് ഉപോത്ബലകമായൊരു വലിയ ചരിത്രമുണ്ട്. എന്താണ് ആ വലിയ ചരിത്രം? മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിൽ വെച്ച് കുത്തേറ്റ് വീണ രംഗം നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു സുബഹിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ സഫൊക്കെ നടന്നു നോക്കി, ഒക്കെ ശരിയല്ലേ എന്ന്, ഒക്കെ ശരിയല്ല എന്ന് നോക്കി സഫൊക്കെ ശരിയാക്കി മെഹ്റാബിൽ നിന്നു നിസ്കാരം തുടങ്ങിയപ്പോൾ നേരെ മുന്നിന്ന് വരുത്തം വന്നിട്ട് എന്ത് ചെയ്തു? ഒളിച്ചിരുന്നിരുന്ന അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്നയാൾ ഇരുതല മൂർച്ചയുള്ള വിഷം പുരട്ടിയ കത്തിയുമായി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അടിവയറ്റിൽ കുത്തി. കുടല് പുറത്തേക്കാണ് വന്നു. ആ കൈ അങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് നിസ്കാരമൊന്നും മുടങ്ങിയില്ല. നേരെ ബാക്കിൽ നിൽക്കണ സഹാബിയോട് ഉമർ റളിയല്ലാഹു അൻഹു ആംഗ്യം കാണിച്ചു. ഏറ്റവും പിന്നിൽ നിസ്കരിക്കണ സഹാബിമാർ വിവരം പോലും അറിഞ്ഞില്ല. പിന്നിൽ നിൽക്കണ സഹാബിമാർ വിവരം പോലും അറിഞ്ഞില്ല. എന്താ അതിൻ്റെ അർത്ഥം? മുന്നെന്നാ നടക്കണതേ. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് വീണിരിക്കുന്നു. നിസ്കാരത്തിന് വേറെ ഇമാമ് വന്നിട്ടുണ്ട്. ഓതുമ്പോൾ ആദ്യത്തെ ആളുടെ സൗണ്ട് അല്ലല്ലോ കേൾക്കുന്നത് എന്ന് ബാക്കിലുള്ളവർക്ക് കേൾക്കുകയാണ്. ആ തുടങ്ങിയപ്പോഴുള്ള സൗണ്ട് അല്ലല്ലോ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പാരായണം അല്ലല്ലോ എന്ന് ബാക്കിലുള്ളവർക്ക് തോന്നിയിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തെറ്റിയോ, ആൾ മാറിയോ എന്നുള്ള രൂപത്തിൽ ആളെ വേറെ നിസ്കരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ വാരിക്കോരി എടുത്തു, റൂമിൽ കൊണ്ടുപോയി കിടത്തി, കുടിക്കാനുള്ള വെള്ളം കൊടുത്തു, മുന്തിരിയുടെ ജ്യൂസ് കൊടുത്തു. പുറത്തുകൂടി ഇങ്ങനെ വരുന്നു. അത് ബ്ലഡ് വരികയാണോ എന്ന് സംശയിച്ചിട്ട് ആമാശയത്തിന് ചോർച്ച വന്നത് തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടെയുള്ള സഹാബിമാർ അവസാനം പരീക്ഷണത്തിന് കൊടുത്തത് പാലാണ്. പാല് കൊടുത്താൽ കളർ മനസ്സിലാവുമല്ലോ. പാല് കൊടുത്തപ്പോൾ വെള്ള കളറായിട്ട് തന്നെ പാലിൻ്റെ പുറത്ത് വരികയാണ് എന്ന് പറഞ്ഞാൽ ആ രംഗത്ത് എന്താ മനസ്സിലാക്കി തരുന്നത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അന്തിമ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇനിയാണ് വിഷയത്തിൻ്റെ ഗൗരവം. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ വന്നു. ഹദീസിൽ കാണാം, ഒരു ചെറുപ്പക്കാരൻ വന്നു. വജാഅ റജുലുൻ ശാബുൻ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഒരു ചെറുപ്പക്കാരൻ വന്നു, യുവാവ് വന്നു. ആ യുവാവ് വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ രോഗം കാണാൻ വന്നതാണ്. അദ്ദേഹത്തോട് രോഗം കാണാൻ വന്ന ആശ്വസിപ്പിക്കുന്ന വാക്കുകളല്ലേ പറയുക. ആ ചെറുപ്പക്കാരൻ വന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആദരവോടെ വിളിക്കാണ്. അബ്ശിർ യാ അമീറൽ മുഅ്മിനീൻ ബിബുശറല്ലാഹി ലക്. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. നിങ്ങൾ മരണത്തിൻ്റെ സമയത്താണ്, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത്, നിങ്ങൾ സന്തോഷിക്കുക. പല ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട്. ഒന്ന് മിൻ സ്വഹബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹബത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത സ്വഹാബിയാണ്. ആ ഒരു പദവി നിങ്ങൾക്കുണ്ട്. വഖദമിൻ ഫിൽ ഇസ്ലാമി മാ ഖദ് അലിംത, നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് ഇസ്ലാമിൽ എത്രത്തോളം പഴക്കമുണ്ട്, എത്രത്തോളം സ്ഥാനമുണ്ട് എന്ന്. മാത്രമല്ല പിന്നീട് സുമ്മ വലീത ഫഅദൽത, നിങ്ങൾ ഭരണാധികാരിയായി മാറിയിട്ടുണ്ട്. വളരെ നല്ല നീതിയോടുകൂടെയാണ് നിങ്ങൾ ഭരണം നടത്തിയിട്ടുള്ളത്. സുമ്മ ഷഹാദത്തുൻ, പിന്നെ നിങ്ങളിപ്പോൾ ഷഹീദുമായിട്ടുണ്ട്, അഥവാ രക്തസാക്ഷിയാവാൻ പോവുകയാണ്. ഈ 4 മഹത്വങ്ങൾ എണ്ണി പറഞ്ഞിട്ട്
സന്തോഷിച്ചോളിൻ സന്തോഷിച്ചോളിൻ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ രോഗം കാണാൻ വന്ന ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു. സംസാരമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അത് കേട്ടപ്പോൾ ഉടനെ പറഞ്ഞു, അതൊന്നും എനിക്ക് ഞാൻ ചെയ്യേണ്ട ഒരു കടമയല്ലാതെ വേറൊന്നും എനിക്കില്ലല്ലോ. നോക്കണം, ശരി തന്നെയാണ്, അതൊക്കെ ഞാൻ ചെയ്തു തന്നെയാണ് എന്നല്ല പറയണത്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ എന്താ പറയണത്? വദിത്തു അന്ന ദാലിക കഫാഫുൻ ലാ അലയ്യ വലാ ലി. അതിലൊന്നും ഇപ്പം എനിക്ക് വലിയൊരു മഹത്വമൊന്നുമില്ല, എൻ്റെ ഒരു കടമ ചെയ്തതല്ലേ ഉള്ളൂ. പരലോകത്തിൻ്റെ കാര്യം എന്താകുന്ന അപ്പോഴും ചോദിക്കണത്. നിങ്ങൾ ഈ പറഞ്ഞ 4 മഹത്വം ഒന്നും ഇപ്പോൾ ഒരു വലിയൊരു മഹത്വമായിട്ട് എനിക്ക് പറയല്ല. അതൊക്കെ ഇപ്പം ഞാൻ ചെയ്യേണ്ട എൻ്റെതായ സേവനങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സേവനങ്ങളൊക്കെ അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഞാൻ ചെയ്തതാണ്. അതൊക്കെ എൻ്റെ ഒരു കടമയായിട്ട് ചെയ്തതാണ്, വേറൊന്നും എനിക്ക് അതിൽ നിന്ന് കിട്ടാനില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വിനീതമായ അഭിപ്രായമാണ്, വിനയത്തോടുകൂടി ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാം. ഇനി നിങ്ങൾ നോക്കുക, ഫലമ്മാ അദ്ബറ, ആ ചെറുപ്പക്കാരൻ രോഗം കാണാമെന്ന് ആശ്വസിപ്പിച്ചു. ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് മടങ്ങിപ്പോകുമ്പോൾ ഇദാ ഇസാറുഹു യമസ്സുൽ അർള, ആ ചെറുപ്പക്കാരൻ്റെ ഡ്രസ്സ് തുണി നിലത്ത് കൂടെ അങ്ങനെ തട്ടുന്നുണ്ട് എന്ന്, വലിച്ചെഴിയണമെന്നില്ല, നിലത്ത് മുട്ടുന്നുണ്ട്. മസ്സ ഇസാറുഹു, ആ ചെറുപ്പക്കാരൻ്റെ തുണി നിലത്ത് മുട്ടുന്നുണ്ട്. അതാര് കണ്ടു? ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. ഏതാ സമയം നോക്കണം കേട്ടോ, ഏത് സമയത്താ നോക്കണം. മരണവുമായി മല്ലടിച്ച് അവസാന സമയത്ത് കിടക്കുന്ന ആളാണ്. ചെറുപ്പക്കാരൻ പോവുകയാണ്. പോണ പോക്കിൽ ഈ കാഴ്ച കണ്ടു. നെരിയാണിക്ക് താഴെ വസ്ത്രം നിലത്ത് മുട്ടുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു അടുത്തുള്ളവരോട് പറഞ്ഞു, റുദ്ദൂ അലയ്യൽ ഗുലാം, ആ കുട്ടിനെ അങ്ങോട്ട് തിരിച്ചു വിളിക്കീൻ, ആ കുട്ടിയെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കൂ. കുട്ടി അടുത്തേക്ക് വന്നു. ഈ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു, യബ്ന അഖി, മോനെ, എൻ്റെ പൊന്നു മോനെ, എൻ്റെ സഹോദരൻ്റെ പുത്രാന്നാ വിളിക്കുന്നത്. സ്നേഹത്തോടെ പറയാണ്, മോനെ, ഇർഫഅ സൗബക്, ഇർഫഅ സൗബക്, വസ്ത്രം പൊക്കി ഉടുക്ക് മോനെ, വസ്ത്രം ഉയർത്തി ഉടുക്കൂ. ഫഇന്നഹു അബ്ഖാ ലി സൗബിക, നിന്റെ വസ്ത്രത്തിന് ഈട് കിട്ടാൻ അതാണ് നല്ലത്. വഅത്ഖാ ലി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ അടുക്കൽ നിനക്ക് സൂക്ഷ്മത കിട്ടാനും അതാണ് നല്ലത്. മറ്റൊരു വാചകത്തിൽ കാണാം, വഅൻഖാ ലി സൗബിക, നിന്റെ വസ്ത്രത്തിന് ശുചിത്വം കിട്ടാനും അതാണ് നല്ലത്. വസ്ത്രം ശുദ്ധിയോടെ നിലനിർത്താനും അള്ളാൻ്റെ അടുക്കൽ നിനക്ക് നരകം കിട്ടാതെ നിനക്ക് തഖ്വയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാവാനും നിന്റെ വസ്ത്രത്തിന് കുറേ കാലം കൂടി ഈട് കിട്ടാനുമൊക്കെ നല്ലത് ഉയർത്തി ഉടുക്കലാണ്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. മരണവുമായി മല്ലടിച്ച് കിടക്കുന്ന വേളയിൽ പോലും ഒരു തെറ്റ് കാണുമ്പോൾ ആ തെറ്റിനെതിരെ പ്രതികരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് നമ്മുടെ കടമയാണ്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതിഅ ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതിഅ ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. നിങ്ങളിൽ ഒരാൾ ഒരു വെറുക്കപ്പെട്ട കാര്യം കണ്ടാൽ മിണ്ടാതിരിക്കരുത്. കൈ കൊണ്ട് തടയാൻ സാധിക്കുമെങ്കിൽ കൈ കൊണ്ട് തടയണം. അതിന് നമുക്ക് എല്ലായിടത്തും പറ്റൂല. കൈകൊണ്ട് ഒരു തിന്മയെ എതിർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അധികാരമുള്ളിടത്തേ പറ്റുള്ളൂ. നമ്മളെ വീട്ടിൽ പറ്റും, അധികാരമുള്ള അധികാരിക്ക്, ഭരണാധികാരിക്ക് പറ്റും. നേരെ മറിച്ച് അതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് നാവുകൊണ്ട് പറയാൻ പറ്റും. അതും കഴിയില്ലെങ്കിൽ നാവുകൊണ്ട് പറയാനാ പറഞ്ഞ്. നാവുകൊണ്ട് പറയാനും സ്വാതന്ത്ര്യമല്ലേ, കൽബോണ്ട് ആ പ്രവൃത്തിയോട് വെറുപ്പ് കാണിക്കണം എന്നാണ്. അതും പോലും ഇല്ലാത്തവന് ഹൃദയത്തിൽ ഒരു തരിമ്പ് പോലും ഈമാനില്ല. അപ്പം ഈമാനുള്ളവരൊക്കെ തിന്മക്കെതിരെ എന്ത് വേണം? പ്രതികരിക്കാനുള്ളൊരു മനസ്സ് വേണം. മരണവേളയിൽ പോലും തെറ്റ് കണ്ടപ്പോൾ തിരുത്തിയ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അതും കാണുന്ന തെറ്റെന്താണ്? നെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ന്നതാണ് പ്രശ്നം. നമ്മളോ ആരോഗ്യമുള്ളവരായിരിക്കെ പോലും അങ്ങനെ ഒരു തിന്മ നമ്മുടെ മക്കളിൽ നിന്നോ മറ്റൊരാളിൽ നിന്നോ കണ്ടാൽ ഗുണദോഷിക്കുകയോ സ്നേഹത്തോടെ അത് പറയുകയോ ചെയ്യാറുണ്ടോ? നമ്മൾ ആലോചിക്കണം. അപ്പോൾ വിഷയം വളരെ ഗൗരവല്ലേ? നെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി ഉടുക്കുക. അപ്പോൾ നമ്മൾ പാൻറ് ഉടുക്കുമ്പോഴും തുണി ഉടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. മാക്സിമമാണ് നെരിയാണി ഏറ്റവും ഉഷാർ, അതിൻ്റെ മേലെ പോകല, കണങ്കാലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്ത് നടക്കാൻ നമുക്ക് പറ്റൂല. ബർമുഡയുടെ മാതിരി നെരിയാണിക്ക്
താഴെയും ഇതായിട്ട് മുട്ടിൻ്റെ താഴെ കണങ്കാലിന്മേൽക്ക് ഇങ്ങനെ ആയിട്ടാണ് ശരിക്കും അതിൻ്റെ പൂർണ്ണരൂപം. അങ്ങനെ എല്ലാവരും എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അതിന് പ്രശ്നം ഉണ്ടാവില്ല. അതിനെ മറിച്ച് നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ മേലൊക്കെ അങ്ങനെ ആക്കി എടുത്തു നടന്നാൽ അത് കളിയാക്കാനും പരിഹസിക്കാനും കാരണമാവും. അതുകൊണ്ട് മാക്സിമം നമുക്ക് അള്ളാഹുവിൻ്റെ റസൂല് അനുവദിച്ചയിടത്ത് വരെ നമുക്ക് ഉടുക്കാം. അതാണ് നമ്മുടെ നെരിയാണിയുടെ തൊട്ട് മേലെ. മാ അസ്ഫല മിനൽ കഅബൈനി ഫിന്നാർ, നെരിയാണിയിൽ നിന്നും താഴേക്ക് തൂങ്ങി നിൽക്കുന്നത് നരകത്തിലാകുന്നു. അത് നരകത്തിൽ പോകുന്ന പരിപാടിയാണ്, അത് നരകത്തിലേക്ക് പോകുന്ന കാര്യമാണ്. ഒരു 2 ഇഞ്ചുമ്മലാണോ ഇസ്ലാം എന്ന് ചോദിക്കും ആളുകൾ. ഇതൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കും. ഒരു 2 ഇഞ്ചുമ്മലാണോ ഇസ്ലാം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ 1 ഇഞ്ചുമ്മലും 2 ഇഞ്ചുമ്മലും ഒരു വാക്കുമ്മലും ഒക്കെ തന്നെയാണ്. ഒരു വാക്കുകൊണ്ട് ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ടും കയറും, ഒരു വാക്കുകൊണ്ട് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കും പോകും. അതല്ല ഇസ്ലാം. അതിലിപ്പോൾ അത്ര പുതുമയൊന്നുമില്ല. അങ്ങനെ ചോദിച്ചിട്ട് ആരും ഉത്തരം മുട്ടിക്കാനൊന്നും നോക്കേണ്ടതില്ല എന്നാണ് അങ്ങനെ ചോദിക്കുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇസ്ലാം, നിങ്ങളെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രിക്റ്റാ. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു വാക്ക്, അര വാക്ക്, അങ്ങനെ തന്നെയാണ്. ഒരു മടിയും കാണിക്കേണ്ടതില്ല. അങ്ങനെ തന്നെ ഒരു മടിയും കാണിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് നോക്കൂ നിങ്ങൾ, ജൂതന്മാർ കളിയാക്കി എന്ത് മലമൂത്ര വിസർജനം ചെയ്യേണ്ടുന്ന മര്യാദകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ യഹൂദികൾ ചില സഹാബിമാരോട് പറയാൻ തുടങ്ങി, നിങ്ങളുടെ നബി ഇത് എന്ത് നബിയാ, എല്ലാത്തിലും കൈവെക്കുന്നുണ്ടല്ലോ, എല്ലാത്തിലും കൈവെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് കൊടുത്ത മറുപടി അതാ, ഞങ്ങളുടെ നബി അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ നബി എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കഴുകേണ്ടത്, എങ്ങനെ വൃത്തിയാക്കേണ്ടത് എന്ന് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അഭിമാനത്തോടുകൂടെ പറയാൻ അന്ന് അവർക്ക് കഴിഞ്ഞു. നമുക്കൊന്നൊരു ചമ്മല, അങ്ങനെയൊക്കെ പറയാ, അത് വേണ്ട പറയണോ എന്നുള്ളതാണ്. അപ്പം ഇവിടെ വിഷയം വളരെ ഗൗരവമാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം ഉടുക്കൽ ഇസ്ലാമികമായി തെറ്റായൊരു സംഗതിയാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വധം നടക്കുന്നത് ഒരു ദുൽഹജ്ജ് മാസം 4-നാണ്. അല്ല, ദുൽഹജ്ജ് 20, ദുൽഹജ്ജിൽ നിന്ന് 4 ദിവസമേ ബാക്കിയുള്ളൂ. ഒരു ദുൽഹജ്ജ് 26-നാണ് ഇത് സംഭവം നടക്കുന്നത്. വർഷം ഏതാണ്? ഹിജറ 23-ാമത്തെ വർഷം. ഹിജറ 23-ാമത്തെ വർഷം ദുൽഹജ്ജ് 25-ൻ്റെ ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്തേൽക്കുന്നത്. റസൂലുള്ള വഫാത്തായി കഴിഞ്ഞ് 2.5 കൊല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയിട്ട് പിന്നെ ബാക്കി 10-ലേറെ കൊല്ലം ഭരണം നടത്തിയ ഖലീഫയാണ് ആര്? മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈ വിഷയം നിസ്സാരമായി തോന്നിയിട്ടില്ല. ആരോഗ്യമുള്ള സമയത്ത് മാത്രമല്ല, ഭരണാധികാരിയായിരിക്കുമ്പോൾ മാത്രമല്ല, മരിക്കാൻ കിടക്കുന്ന വേളയിൽ പോലും വസ്ത്രം നെരിയാണിക്ക് താഴെ കണ്ട കാഴ്ച ഉമർ റളിയല്ലാഹു അൻഹുവിന് നിസ്സാരമായിട്ടല്ല തോന്നിയത്, ഗൗരവമായിട്ട് തന്നെയാണ് തോന്നിയത്. അതിൽ നിന്ന് മനസ്സിലാക്കാം വിഷയം എത്രത്തോളം ഗുരുതരമാണ്. അപ്പം നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൽ ഈ വിഷയത്തിൽ സംശയം ഉണ്ടാവും. ഈ വിഷയം പറഞ്ഞപ്പോൾ സഹാബ പെണ്ണുങ്ങൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അപ്പം ഞങ്ങളെ കാര്യം എന്താന്ന്? പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ അത് ബാധകമാവുമോ? പെണ്ണുങ്ങൾക്ക് വസ്ത്രം താഴ്ത്തി കൊടുക്കാൻ ഞാൻ പറ്റൂലല്ലോ. കാരണം അവർ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ പാദം ഔറത്താണല്ലോ, കാലുകൾ മറക്കണമല്ലോ. അപ്പോൾ ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് കേൾക്കുകയാണ്. കണ്ട, അവരുടെ ഒരു പേടിയാണ്. എന്താ പേടി? ഇങ്ങനെ അള്ള നോക്കൂല എന്നൊക്കെയുള്ള ഈ ഹദീസ് കേട്ടപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ് ഉടനെ, ഫകൈഫ യസ്നഉന നിസാ, അപ്പോൾ പെണ്ണുങ്ങൾ എന്താ ചെയ്യുക നബിയെ? പെണ്ണുങ്ങൾ എന്താ ചെയ്യുക? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, യുർഖീന ശിബ്റ, ഒരു ചാണുങ്ങളാണ് താഴ്ത്തിയെടുത്തോളീ, ഒരു ചാണ് താഴ്ത്തിയെടുത്തോളൂ. അതുകൊണ്ട് മറയുന്നില്ലേ, ഒരു ദിറാഴ് താഴ്ത്തിയെടുത്തോളൂ. അപ്പം ശിബറൈനിയായി, 2 ചാണായി, 2 ചാണ് വരെ അവർക്ക് താഴ്ത്താം. അപ്പോൾ ചോദിച്ചു, ചളിയാവൂലേ? നജസുകളുടെ അടുത്ത് കൂടിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പർദ്ദ അല്ലെങ്കിൽ വസ്ത്രമൊക്കെ അങ്ങനെ അത് നല്ല സ്ഥലത്തേക്ക് കൂടിയാണ് പോകുമ്പോൾ ഇതിൻ്റെ കേട് അതുകൊണ്ടാണ് പരിഹരിക്കപ്പെട്ടോളൂ എന്ന്. അത് അവർക്ക് കൊടുത്ത ഇളവാണ്, അത് അവർക്ക് കൊടുത്ത ഇളവാണ്. അപ്പം അതുകൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ വസ്ത്രം എന്ത് ചെയ്യാം? താഴ്ത്തി ഉടുക്കാം. അവർക്ക് ഇസ്ബാലിൻ്റെ നിയമം ബാധകമല്ല. ഇനിയോ അവരെ സംബന്ധിച്ചിടത്തോളം ഫുഖഹാവ് പറഞ്ഞു, ഇനി അങ്ങനെ വല്ലാതെ നിലത്തേക്ക് താഴ്ത്തി ഉടുക്കുന്നവർക്ക് നടക്കാനൊക്കെ പ്രയാസം തോന്നുകയാണെങ്കിൽ അവർക്ക് ജൗറബ് ധരിക്കാം. എന്താ ജൗറബ് എന്ന് പറഞ്ഞാൽ? ഷോക്സ് ധരിച്ചുകൊണ്ട് കാല് മറച്ചിട്ട് പിന്നെ അതിനനുസരിച്ച് എത്രയാണോ അവരുദ്ദേശിക്കുന്നതെങ്കിൽ അത്രത്തോളം അവരുടെ വസ്ത്രം താഴ്ത്തി ഉടുക്കാവുന്നതാണ്. എന്തായാലും കാല് വെളിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് അവർക്കുള്ള നിയമം. അത് അവർക്കുള്ള സ്പെഷ്യൽ നിയമമാണ്, പുരുഷന്മാർക്കുള്ളതല്ല. അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം.
അപ്പം ഇതാണ് വൽ മുസ്ബിൽ. നബി തങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ ആളാരാണ്? മുസ്ബിലാണ്. വസ്ത്രം നെരിയാണിക്ക് താഴെ താഴ്ത്തി ഉടുക്കുന്നവനോട് ഈ ഗൗരവങ്ങളൊക്കെയുണ്ട്. മിണ്ടൂല, നോക്കൂല, സംസ്കരിക്കൂല, വേദനാജനകമായ ശിക്ഷയും ഉണ്ടാകും. ഇനി അടുത്ത വാചകം എന്താണ്? അൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറയുന്നവൻ. നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് അതിൻ്റെ ഉദ്ദേശം? അത് ചെയ്യുന്നവരെയും അവർക്കും ഈ വിഷയം ഗൗരവമാണ്. അത്ര ഗൗരവമാണെന്ന് മനസ്സിലായില്ലേ? മന്നാൻ, കൊടുത്തത് എടുത്തു പറയൽ അത്രയും ഗൗരവമാണ്. ഒരു നിലക്കും അത് പൊരുത്തപ്പെടാൻ പറ്റൂല. മൂന്നാമത് പറഞ്ഞതോ വൽ മുൻഫിഖു സിൽഅതഹു, തൻ്റെ ചരക്കുകൾ വിറ്റഴിക്കുന്നവൻ, ബിൽ ഹലിഫിൽ കാദിബി, കള്ളസത്യം ചെയ്തുകൊണ്ട്, കള്ളസത്യം ചെയ്തിട്ട് കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തിയാൽ ഒരു ബറക്കത്തുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, കച്ചവടത്തിൻ്റെ ബറക്കത്ത് സത്യസന്ധതയിൽ മാത്രമാണ്. സത്യസന്ധത കച്ചവടത്തിൽ ബറക്കത്തുണ്ടാക്കും. അതേ അവസരത്തിൽ കള്ളം പറയൽ അതിൻ്റെ ബറക്കത്തിനെ പൊളിച്ചു കളയും. അതുകൊണ്ട് ബിസിനസ് ചെയ്യുമ്പോൾ ചരക്ക് ചിലവാകാൻ വേണ്ടിയിട്ട് നുണ പറയാം. നമ്മൾ മുമ്പ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഏതെല്ലാം വിധത്തിലാണെന്ന് മാർക്കറ്റുകളിൽ നുണ പറയുന്നത്. ഒരു വസ്തുവാണ് ചിലവായി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കൊടുക്കും, ആഡുകൾ ഉണ്ടാവും. ആഡുകളിൽ മുഴുവനും നുണയായിരിക്കും അധികം. ഉള്ളവരെ ഒരൊറ്റ ആഡ് പരിശോധിച്ച് നോക്കിയാലും ആ ഗുണഹീനുണ്ടാവില്ല. ഒരു സോപ്പിൻ്റെ പരസ്യം മുതൽ ഇനി മറ്റേ ഏത് വസ്തുക്കൾ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള പരസ്യങ്ങൾ നോക്കുക, അതിൽ ആ പറയുന്ന ഗുണങ്ങളിൽ 99 ആ വസ്തുവിനുണ്ടാവില്ല. പറയുന്നതൊക്കെ അപ്പം എന്താണ്? നുണയാണ്. ഇനി നേർക്ക് നേരെ ആകുമ്പോൾ നമ്മൾ സത്യം ചെയ്തിട്ട് തന്നെ പറയും. കസ്റ്റമർ വന്നിട്ട് ചോദിക്കുകയാണ്, അങ്ങനെ ഉണ്ടോ, അത് തന്നെയാണോ? അപ്പോൾ അയാൾക്ക് വിശ്വാസമില്ല എന്ന് തോന്നിയപ്പോൾ ഞാനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി എൻ്റെ വക അള്ളയാണ് സത്യം, അപ്പോൾ സത്യവും ചെയ്തു. അങ്ങനെ കള്ളസത്യം ചെയ്തുകൊണ്ട് ബിസിനസ്സിൽ കച്ചവടം നടത്തുന്നവനാരോ അവനും ഇത് ബാധകമാണ്. കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കൂല, റബ്ബവനോട് മിണ്ടൂല, അവനെ സംസ്കരിക്കുകയില്ല, അവന് വേദനയേറിയ ശിക്ഷയുമുണ്ടാകും. ഈ മൂന്നും പ്രധാനമാണ്. മൂന്നും നമ്മൾ ഗൗരവത്തോടുകൂടെ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുക. അപ്പോൾ ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ് എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുകയും, ഹെഡിങ്ങിൽ പറഞ്ഞത് നമ്മുടെ വിഷയം കൊടുത്തതെടുത്ത് പറയുന്നതിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും ബോൽബലകമായ അതിൽ തന്നെ ആ വിഷയമല്ലാത്ത മറ്റു ഗൗരവതരമായ 2 കാര്യങ്ങൾ കൂടി നമ്മൾ കേട്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും വളരെയേറെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് അങ്ങനെ ഒരു സൂക്ഷ്മതയുള്ള ജീവിതം എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതിന് എതിരായി വരുന്ന ഒരവസ്ഥ എൻ്റെ മനസ്സിലുണ്ടാകരുതേ എന്ന് റബ്ബിനോട് ശരണം തേടിക്കൊണ്ടും അള്ളാഹുവിനോട് ഈ വിഷയത്തിൽ വിനീതരായി മുന്നോട്ട് പോവുക. റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപാകതകളും പാപങ്ങളും പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.